അങ്ങനെ നമ്മളെ എന്നും കേറുന്ന നമ്മളെ ഉച്ചക്കത്തെ റെസ്റ്റും കഴിഞ്ഞ് നമ്മളെ ഷോപ്പിലേക്ക് കേറിയ പാടാണെങ്കിലോ നമ്മളെ ലക്ഷ്മിയട്ടി നമ്മളെ നോക്കി നിൽക്കുക. നമ്മള് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് പിന്നെ നമ്മളെ സെക്ഷനിലേക്കാട്ട് നീങ്ങിയപ്പോൾ ഇവിടുത്തെ എൻട്രൻസ് മുതൽ നമ്മളെ സെക്ഷൻ വരെ കുറെ വലിയൊരു പെട്ടികൾ. ആ പെട്ടികളും കണ്ടപ്പോ എനിക്ക് ഇതൊക്കെ എന്റെ തന്നെ. ഇനി ഇതിലൊക്കെ എന്തൊക്കെ കളിക്കണം നല്ലാക്കറിയാം. പിന്നെ നമ്മളെ പണിയിലേക്ക് കടന്നു. പിന്നെ ഈ സംഭവം എന്താന്ന് വെച്ചാൽ നമ്മളെ ട്രോളി ബാഗാണ്. നമ്മളെ പെട്ടികളൊക്കെ ഒന്ന് പൊട്ടിച്ച് അതിന്റെ ഉള്ളിലുള്ള പെട്ടികളെ പുറത്തേക്ക് എടുത്ത് നേരത്തെ ആട്ട് വെച്ചു. ഇനി ഇതിനെല്ലാം കൂടി ഇതിന്റെ ഉള്ളിൽ കുത്തിയാട്ട് നടക്കണം. അതാണ് ഒരു ടാസ്ക്. ഇവിടെ സ്ഥലല്ലേ നമ്മൾ ആദ്യത്തെ പെട്ടികളൊക്കെ ഒന്ന് സൈഡ് കുറച്ച് സ്ഥലം നമ്മളെ പുതിയ സാധനങ്ങളാട്ട് നേരത്തെ ആട്ട് വെച്ച് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനാണെങ്കിൽ നമ്മളെ തലക്ക് ചെറിയൊരു തലവേദനയും നമ്മളപ്പം തന്നെ അറിഞ്ഞ ഒരു ചായ. പിന്നെ ഷോപ്പ് കയറിയപ്പോഴും നല്ല എംപിന്റെ തിരക്ക്. പിന്നെ നമ്മൾ ഫോൺ എടുക്കുന്ന ഷോപ്പ് പൂട്ടാൻ നേരത്തെ അത്രക്കും തിരക്കേനു. പിന്നെ നമ്മളെ ഷോപ്പും പൂട്ടി ഇന്നാണെങ്കിലും നമുക്ക് സാലറി ഇറങ്ങിയ ദിവസം അതുകൊണ്ട് നമ്മൾ പുറത്തുപോയി ഫുഡ് കഴിക്കാനുള്ള പ്ലാൻ. പിന്നെ റൂമിൽ നിന്ന് ഒരു മാറ്റിലും മാറ്റി നമ്മളെ റൂം നാട്ടെ കുറച്ച് ദിവസമായി പുറത്തൊക്കെ പോയിട്ട് ഫുഡ് കഴിച്ചു. അപ്പൊ നമ്മുടെ സാലറി ഇറങ്ങാൻ നമ്മളെ കൂടുതലുള്ള ആരൊക്കാന്ന് വെച്ചാൽ നമ്മളെ ഷായിലും പിന്നെ നമ്മളെ നാട്ടുകാരെ അറഫ. ബാക്കിയുള്ള 2-3 നമ്മളപ്പുറം വന്നു. നമ്മൾ എപ്പോഴും പോകുന്ന ഒരു റെസ്റ്റോറന്റ് ഇവിടേക്ക് തന്നെ എന്നും അടുത്ത ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അതിന്റെ ഉള്ളിലും കയറി നമുക്ക് വേണ്ടിയ സാധനത്തിന് ഓർഡറും കൊടുത്തു. ഒരു കുത്തിരുന്ന വേറൊരു പണിയില്ലായിട്ട് ആർത്ത വെള്ളം കുടിച്ച് കുത്തിരുന്ന. പിന്നെ അരമണിക്കൂറായിട്ട കഴിഞ്ഞിട്ടാ ഫുഡ് വന്നത്. പിന്നെ നമ്മൾ അധികം നോക്കിക്കണ്ട് അടിക്കാനുള്ള പരിപാടിയിലേക്ക്. പിന്നെ ഇവിടുത്തെ ഫുഡ് എന്ന് പറയേണ്ട സംഭവം തന്നെ നല്ല രസമുണ്ടേനെ. പിന്നെ നമ്മളെ പ്ലേറ്റും കാലിയാക്കി ചായ വാങ്ങിയിട്ട് ആടുന്ന ഇതും കൂടി കുടിച്ചാ ഉസാറാടുന്ന്. പിന്നെ നമ്മള് നേരെ പോയി നമ്മളെ സാലറി എടുക്കാന്മാരൊക്കെ എടുത്ത് കഴിഞ്ഞിരിക്കണ്. നമ്മള് മാത്രം എടുത്തില്ല. ഫുഡ് കഴിച്ചതിന്റെ ഷെയറും കൊടുക്കണമെങ്കിൽ ഇത് എടുക്കണം. അതുകൊടുത്ത് പൈസയും കൊടുത്ത് റൂമിലേക്ക് പോകുമ്പോൾ നമ്മളെ ഷായിന്റെ കളികള് ഇവന്റെ നോക്കല് കണ്ടാ പറയും ഓന്റെ കൈമള്ള ഓന്റെ ഫോണറ്റാ വേറെ ഈ വെങ്കാളി പൈസ എടുത്തിട്ട്. അപ്പൊ നമ്മള് പോവാണ്. ഇനി റൂമിൽ പോയിട്ട് പൊളിക്കണം. അപ്പോ ശരി എന്നാ.